119 സങ്കീർത്തനം 153 വാക്യം മുതൽ 176 വാക്യം വരെ. എൻ്റെ അരിഷ്ടത കടാക്ഷിച്ച് എന്നെ വിടുവിക്കണമേ. ഞാൻ നിൻ്റെ ന്യായപ്രമാണത്തെ മറക്കുന്നില്ല. എൻ്റെ വ്യവഹാരം നടത്തി എന്നെ വീണ്ടെടുക്കണമേ. നിൻ്റെ വാഗ്ദാനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. രക്ഷ ദുഷ്ടന്മാരുടെ അകന്നിരിക്കുന്നു, അവർ നിൻ്റെ ചട്ടങ്ങളെ അന്വേഷിക്കുന്നില്ലല്ലോ. യഹോവേ, നിൻ്റെ കരുണ വലിയതാകുന്നു. നിൻ്റെ ന്യായപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. എന്നെ ഉപദ്രവിക്കുന്നവരും എൻ്റെ വൈരികളും വളരെയാകുന്നു. എങ്കിലും ഞാൻ നിൻ്റെ സാക്ഷ്യങ്ങളെ വിട്ടു മാറുന്നില്ല. ഞാൻ ദ്രോഹികളെ കണ്ട് വ്യസനിച്ചു, അവർ നിൻ്റെ വചനം പ്രമാണിക്കുന്നില്ലല്ലോ. നിൻ്റെ പ്രമാണങ്ങളെ എനിക്ക് എത്ര പ്രിയമെന്ന് കണ്ടു. യഹോവേ, നിൻ്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നെ ജീവിപ്പിക്കണമേ. നിൻ്റെ വചനത്തിൻ്റെ സാരം സത്യം തന്നെ. നിൻ്റെ നീതിയുള്ള വിധികളൊക്കെയും എന്നേക്കുമുള്ളവ. പ്രഭുക്കന്മാർ എന്നെ വെറുതെ എന്നെ ഉപദ്രവിക്കുന്നു, എങ്കിലും നിൻ്റെ വചന നിമിത്തം എൻ്റെ ഹൃദയം പേടിക്കുന്നു. വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ ഞാൻ നിൻ്റെ വചനത്തിൽ ആനന്ദിക്കുന്നു. ഞാൻ ഭോഷ്ക് പകച്ച് വെറുക്കുന്നു, നിൻ്റെ ന്യായപ്രമാണമോ എനിക്ക് പ്രിയമാകുന്നു. നിൻ്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസം 7 പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു. നിൻ്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. യഹോവേ, ഞാൻ നിൻ്റെ രക്ഷയിൽ പ്രത്യാശ വയ്ക്കുന്നു. നിൻ്റെ കൽപ്പനകളെ ഞാൻ ആചരിക്കുന്നു. എൻ്റെ മനസ്സ് നിൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു. അവ എനിക്ക് അത്യന്തം പ്രിയമാകുന്നു. ഞാൻ നിൻ്റെ പ്രമാണങ്ങളെയും സാക്ഷ്യങ്ങളെയും പ്രമാണിക്കുന്നു. എൻ്റെ വഴികളെല്ലാം നിൻ്റെ മുമ്പാകെ ഇരിക്കുന്നു. യഹോവേ, എൻ്റെ നിലവിളി തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. നിൻ്റെ വചനപ്രകാരം എനിക്ക് ബുദ്ധി നൽകണമേ. എൻ്റെ യാതന തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. നിൻ്റെ വാഗ്ദാനപ്രകാരം എന്നെ വിടുവിക്കണമേ. നിൻ്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരുന്നതുകൊണ്ട് എൻ്റെ അധരങ്ങൾ സ്തുതി പൊഴിക്കട്ടെ. നിൻ്റെ കൽപ്പനകളൊക്കെ നീതിയായിരിക്കാൻ എൻ്റെ നാവ് നിൻ്റെ വാഗ്ദാനത്തെക്കുറിച്ച് പാടട്ടെ. നിൻ്റെ കൽപ്പനകളെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കാൻ നിൻ്റെ കൈ എനിക്ക് തുണയായിരിക്കട്ടെ. യഹോവേ, ഞാൻ നിൻ്റെ രക്ഷയ്ക്കായി വാഞ്ചിക്കുന്നു. നിൻ്റെ ന്യായപ്രമാണം എൻ്റെ പ്രമോദമാകുന്നു. നിന്നെ സ്തുതിക്കേണ്ടതിന് എൻ്റെ പ്രാണൻ ജീവിച്ചിരിക്കട്ടെ. നിൻ്റെ വിധികൾ എനിക്ക് തുണയായിരിക്കട്ടെ. കാണാതെ പോയ ആടുപോലെ ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു. അടിയനെ അന്വേഷിക്കണമെന്ന് നിൻ്റെ കൽപ്പനകളെ ഞാൻ മറക്കുന്നില്ല. ദൈവമേ, പരിശുദ്ധനായ കർത്താവേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. ആഴ്ചവട്ടത്തിൻ്റെ 1-ാമത്തെ ദിവസം കർത്താവിനെ ആരാധിപ്പാൻ കർത്താവിൻ്റെ ജനം കൂടി വരുന്ന ദിവസമാണല്ലോ. ഞങ്ങളോട് സഹതാപം തോന്നണമേ. ഞങ്ങളെ കർത്താവിനെ ആരാധിപ്പാൻ തക്കവണ്ണം പ്രാപ്തരാക്കണമേ. ദൈവമേ, നിഷ്കളങ്ക ഹൃദയത്തോടു കൂടി, ദൈവമേ കർത്താവ് ഞങ്ങളെ ലോകത്തു നിന്ന് വിടുവിച്ച ആ വിടുതലോടുകൂടി ദൈവമേ, ദൈവത്തെ ആരാധിപ്പാൻ ഇന്ന് ഞങ്ങൾക്ക് ശക്തിയും ബലവും നൽകണമേ. കർത്താവെ, പൂർണ്ണ സമാധാനത്തോടെ ഞങ്ങളെ കർത്താവിൽ എഴുന്നേൽപ്പിക്കുവാൻ കർത്താവിന് കഴിയും. കർത്താവ് പ്രവർത്തിക്കുമാറാകണം. എല്ലാവർക്കുമായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ത്യാജസ്നെയും അതൊക്കെ സഭയ്ക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഹോദരങ്ങളെയൊക്കെയും എൻ്റെ കർത്താവ് ഓർക്കുമാറാകണം. ആരും നഷ്ടപ്പെട്ടു പോകാതെ വണ്ണം, കുറഞ്ഞു പോകാതെ വണ്ണം, വീഴ്ചയിലും താഴ്ചയിലും ആയി പോകാതെ വണ്ണം എൻ്റെ കർത്താവ് കരുതിക്കൊള്ളുമാറാകണം. വായിച്ച സങ്കീർത്തനത്തിനായി സ്തോത്രം. എല്ലാം കർത്താവ് നിയന്ത്രിച്ചു വണ്ണം പിന്നെ മോഹത്തൊടുക്കാറാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ നമുക്കിരിക്കാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചപ്പെട്ട കാലം നമ്മെ വിട്ട് കടന്നുപോയി. എന്നാൽ ഇന്നും നമ്മെ ജീവനോടെ ശേഷിപ്പിച്ച ദൈവം കർത്താവിൻ്റെ നാമത്തിലുള്ള വിശ്വാസത്തിലും കർത്താവിൻ്റെ സഭയിലും കൂട്ടുസഹോദരനോടൊപ്പവും കർത്താവ് നമ്മെ ജീവനോടെ ശേഷിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് ദൈവത്തിന് മുമ്പാകെ നമുക്ക് ഏറ്റവും ഓർക്കേണ്ടതും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതുമായ ഒരു വിഷയം തന്നെയാണ്. അനേകർക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കാതെ വണ്ണം
പട്ടണത്തിലേക്കുള്ള വഴിയറിയാത്ത മൂഢന്മാർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ വ്യർത്ഥരായി പോകുന്നു എന്ന് കർത്താവിൻ്റെ വചനത്തിലുള്ളതുപോലെ തങ്ങളുടെ ജീവിതം യാത്ര ആരംഭിച്ചെങ്കിലും ആ സ്വർഗീയ പട്ടണത്തിൽ എത്താതെ വണ്ണം നഷ്ടപ്പെട്ടു പോയി. അതിൻ്റെ കാരണം നമ്മൾ പഠിക്കുന്നത് ഒരു മനുഷ്യൻ ഒരു സ്ഥലത്ത് എത്തണമെങ്കിൽ ആദ്യം അവന് നിക്ഷേപം ഉണ്ടാക്കണം. രണ്ടാമത് ആ നിക്ഷേപം എത്തേണ്ടുന്ന സ്ഥലത്ത് ആയിരിക്കണം. മൂന്നാമത്തത് ആ നിക്ഷേപം ഉള്ളിടത്ത് തൻ്റെ ഹൃദയം ഇരിക്കണം. ഇത്രയും കാര്യങ്ങളുണ്ടായാൽ ക്രമേണ തൻ്റെ ജീവിതം ആ സ്ഥാനത്ത് എത്തിച്ചേരും, എങ്ങോട്ടും പോവില്ല. ഇതില്ലാതെ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ. അതായത് ഒരു പെൺകുട്ടിയുടെ ജീവിത സാക്ഷ്യം ഒരു സഭാവിശ്വാസിയല്ല, സമുദായിക വിശ്വാസിയാണ്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഈ ദേശത്തുള്ളതോ അവരുടെ വീടുകളിലുള്ളതോ ഒന്നും അവൾക്ക് താല്പര്യമില്ല, ലക്ഷ്യമില്ല. അവൾ ഒരു വിദേശ രാജ്യത്ത് ആത്മാർത്ഥമായിട്ട് അവൾ ആശ വെച്ചു. അതിനുവേണ്ടി അവൾ പ്രവർത്തിച്ചു. പഠിച്ചതും പ്രവർത്തിച്ചതും എല്ലാം അതിനു വേണ്ടിയിട്ടാണ്. ഒടുവിൽ അതിശയമെന്ന് പറയട്ടെ, സാഹചര്യം ഒരുങ്ങി അവളുടെ ശരീരവും അവളുടെ കുടുംബവും ആ ആഗ്രഹിച്ച സ്ഥലത്ത് എത്തിച്ചേരാനിടയായി തീർന്നു. ഇത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥ തന്നെയാണ്. വിശ്വാസത്തിലേക്ക് വരുന്ന ഒരു ദൈവത്തിൻ്റെ പൈതൽ ഇതിൽ വരുന്നതിന് മുമ്പേ തന്നെ അവർക്ക് പല സമ്പത്തുകളുമുണ്ട്. ആ സമ്പത്തിൽ അവരുടെ ഹൃദയവും ഇരുന്നതാണ്. അങ്ങോട്ടവർ യാത്ര ചെയ്തുകൊണ്ടിരുന്നതാണ്. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം അവരെ വിളിച്ച് വേറൊരു വഴിക്ക് തിരിച്ചു. ആ തിരിച്ചതിന് ശേഷമാണ് കർത്താവ് പറഞ്ഞത്, ഇതാ നിങ്ങൾക്ക് ഒരു പ്രത്യാശ തരുന്നു. ആ പ്രത്യാശ എന്ന് പറയുന്നത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരു പ്രതിഫലം ഒരുക്കിയിട്ടുണ്ട്. അതൊരു മഹത്തായിട്ടുള്ള പ്രതിഫലമാണ്. ഒരു മനുഷ്യന് അതിനുമപ്പുറം ഒരു ഭാഗ്യവും സന്തോഷവും സമാധാനവും ലഭിക്കാനില്ല. അത്രമാത്രം വലിയ ഒരു സമ്മാനമാണ് ദൈവം ഒരുക്കിയിരിക്കുന്നത്. ആ ഒരുക്കിയിരിക്കുന്നത് അനുഭവിക്കണമെങ്കിൽ ഒരു മനസ്സ് വേണം. ആ മനസ്സാണ് ഈ ഭൂമിയിൽ വെച്ച് സൃഷ്ടിക്കാൻ ദൈവം ലോകത്തെ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ 6 ദിവസത്തെ സൃഷ്ടി കൊണ്ട് ദൈവം ലോകത്തിൽ സൃഷ്ടി നടത്തിയതിന് ശേഷം 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ മറ്റ് മൃഗങ്ങൾക്കില്ലാത്ത ഒരു പ്രത്യേകത അവനുള്ളത് അവനിൽ പണിതു വരുന്ന മനസ്സാണ്. ഈ മനസ്സ് എന്തിനു വേണ്ടി? ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്ന ഒരു റോബോട്ട് പ്രവർത്തിപ്പിക്കാൻ, ഒരു കമ്പ്യൂട്ടറിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു റോബോട്ട് പ്രവർത്തിക്കാനായിട്ട് വിദേശത്തുണ്ടാക്കിയ ഒരു ഉപകരണമാണ്, ഒരു മെഷീനാണ്. അത് യന്ത്രമനുഷ്യനാണ്. പക്ഷെ അത് പ്രവർത്തിപ്പിക്കണമെങ്കിൽ അത് പഠിക്കണം. അതിനുവേണ്ടി പഠനത്തിന് വേണ്ടി വിദേശത്ത് ആ മനുഷ്യൻ പോയി 2 വർഷം കൊണ്ട്
ഈ യന്ത്രം പ്രവർത്തിക്കാനുള്ള കഴിവുമായിട്ട് ആ മനുഷ്യൻ തിരിച്ചു വന്നു. യന്ത്രം സുഖമായിട്ട് പ്രവർത്തിപ്പിച്ചു. ഇന്ന് ആ യന്ത്രം പ്രവർത്തിപ്പിക്കാനുള്ള മനസ്സ് ആ മനുഷ്യനുണ്ട്, ബുദ്ധി ആ മനുഷ്യനുണ്ട്. 2 വർഷം മുൻപ് ഉണ്ടായിരുന്നില്ല. ഈ യന്ത്രത്തെ കൊണ്ട് ആ സമൂഹത്തിൽ ആർക്കും അത് പ്രവർത്തിക്കാൻ തക്കവണ്ണം സാധ്യമല്ല. കാരണം അത് പ്രവർത്തിക്കണമെങ്കിൽ അതിന് വേണ്ട ഒരു പഠനമുണ്ട്, അറിവ് വേണം, ബുദ്ധി വേണം. അത് സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ മറ്റുള്ള മനുഷ്യർക്കെല്ലാം ആ യന്ത്രമെന്ന് പറയുന്നത് വെറും ഒരു ഉപകരണം മാത്രമാണ്. യാതൊരു പ്രയോജനവും തങ്ങൾക്കതുകൊണ്ടില്ല. എന്നാൽ ഇവനാകട്ടെ അതുകൊണ്ട് യഥാവിധം തനിക്കും സമൂഹത്തിനും പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം അതിനെ പ്രവർത്തിപ്പാൻ കഴിവുണ്ട്. ഇതുപോലെയാണ് ദൈവം ഒരു വലിയ പ്രതിഫലം ഒരുക്കിയിട്ടുണ്ട്, ഒരു വലിയ സന്തോഷം. അതാണ് സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയായ സിയോൻ. ആ സിയോൻ വസിക്കുന്ന യെരുശലേം എന്ന് പറയുന്ന പട്ടണം, സ്വർഗീയ യെരുശലേം, നമ്മൾ കാണുന്ന ലോകത്തിലുള്ള യെരുശലേം അല്ല, സ്വർഗീയ യെരുശലേം. അവിടെ പർവ്വതത്തിൽ വസിക്കുന്ന ദൈവാലയം, അവിടുത്തെ സന്തോഷം, ഇതൊക്കെയും ദൈവം ഒരുക്കിയിട്ടുള്ളതാണ്. പക്ഷേ അത് പ്രാപിക്കണമെങ്കിൽ നാം ആദ്യമേ തന്നെ ആ ഉപകരണത്തിൻ്റെ കാര്യം, റോബോട്ടിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ദൈവം ഒരുക്കിയിട്ടുള്ള ഈ പ്രതിഫലം പ്രാപിക്കണമെങ്കിൽ, അതുകൊണ്ട് സന്തോഷം അനുഭവിക്കണമെങ്കിൽ, ദൈവം ഉദ്ദേശിച്ച തരത്തിൽ അത് പ്രാപിക്കണമെങ്കിൽ മനസ്സ് വേണം. അതിനൊരു പഠനം ആവശ്യമാണ്. ആ പഠനമാണ് രക്ഷയ്ക്ക് ജ്ഞാനിയായി തീരുക എന്നുള്ള തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന വചനം. ബാല്യം മുതൽ പഠിച്ചും നിശ്ചയവും പ്രാപിച്ച് രക്ഷയ്ക്ക് ജ്ഞാനിയായി തീർന്ന് കൊള്ളാവുന്നവനായി തെളിഞ്ഞ് ചെന്നാൽ അവനൊരു പ്രതിഫലം ദൈവം ഒരുക്കിയിട്ടുണ്ട്. അത് അവന് മാത്രമേ അനുഭവിക്കാൻ സാധിക്കൂ, മറ്റാർക്കും സാധിക്കില്ല. സിംഹത്തിന് പുല്ലുകൊണ്ട്, എത്ര വില കൂടിയ പുല്ല്, പശു മുതലായിട്ടുള്ള മൃഗങ്ങൾ ഏറ്റവും രുചികരമായി ഭക്ഷിക്കുന്ന പുല്ല്, നട്ടു വളർത്തിയ പുല്ല്, സിംഹത്തിന് എന്ത് പ്രയോജനം? സിംഹം കഴിക്കുന്ന മാംസം, അതുകൊണ്ടൊരു പശുവിന് എന്ത് പ്രയോജനം? അത് പ്രയോജനം വരണമെങ്കിൽ ദൈവം ഒരുക്കിയിട്ടുള്ള ആ സ്വർഗീയ നന്മ അത് പ്രാപിക്കണമെങ്കിൽ അതിനൊരു മനസ്സാവശ്യമാണ്. ആ മനസ്സാണ് നമുക്ക് പ്രാപിപ്പാൻ ഈ ലോകത്ത് കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ തർക്കങ്ങളുടെയും വാദങ്ങളുടെയും കാര്യമില്ല. ജാതികൾ തർക്കം വരുമ്പോൾ ജാതികൾ സ്വർഗത്തിൽ പോകുമോ? അവർ പോകുമെന്ന് വാദിക്കുന്നു. സമുദായക്കാർ പോകുമോ? അവരാണ് ആദ്യം പോകുമെന്ന് വാദിക്കുന്നു. പെന്തക്കോസ്തുകാർ പോകുമോ? അവർ മാത്രമേ പോകുമെന്ന് വാദിക്കുന്നു. ഇവിടെ ഈ വാദങ്ങളുടെ ഒന്നും ഒരു ആവശ്യമില്ല. ഇവിടെ ഈ വാദങ്ങളുടെ ഒന്നും യാതൊരു ആവശ്യമില്ല. കാരണം ദൈവം ഒരുക്കിയിട്ടുള്ള ആ നന്മ പ്രാപിക്കാൻ ഒരു മനസ്സ് വേണം. കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരിക്കുന്ന അത് പ്രവർത്തിപ്പിക്കണമെങ്കിൽ അതിനൊരു പഠനം ആവശ്യമാണ്. ആ പഠിക്കാത്തവൻ അവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ നോക്കിക്കൊണ്ടിരിക്കാമെന്നുള്ളതല്ലാതെ യാതൊരു പ്രയോജനമില്ല. ഇതുപോലെ തന്നെ ദൈവം ഒരുക്കിയിട്ടുള്ള ഈ നന്മ അത് പ്രാപിക്കണമെങ്കിൽ, അത് അനുഭവിക്കണമെങ്കിൽ അതിന് ഒരു മനസ്സാവശ്യമാണ്. ഈ മനസ്സാണ് കർത്താവ് നമുക്ക് പണിതുകൊണ്ടിരിക്കുന്നത്. ഇത് തരാനാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. അത് ജാതികൾക്കുണ്ടോ? നമ്മളതിന് തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരാ നന്മ അനുഭവിക്കും. സമുദായക്കാർക്കുണ്ടോ? അതിനും പ്രത്യേകിച്ച് ബാധിക്കേണ്ട കാര്യമൊന്നുമില്ല, അവരത് അനുഭവിക്കും. ഇപ്പോൾ പെന്തക്കോസ്തുകാർക്കുണ്ടോ? ഉണ്ടെങ്കിൽ അത് അവരനുഭവിക്കും. ഇനി അവർ പ്രത്യേകിച്ച് തർക്കിക്കുകയോ ബാധിക്കുകയോ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് അതിന് ചില അടയാളങ്ങളുണ്ട്.
അതിന് ചില അടയാളങ്ങളുണ്ട്. സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ്, സഹിഷ്ണുതയുള്ള മനസ്സ്, ഈ ലോകത്തെ വിടുന്ന മനസ്സ്, തൻ്റെ മുഖ്യ സന്തോഷത്തെക്കാൾ അതിന് സന്തോഷിക്കുന്ന ഒരു അനുഭവം, ഇതൊക്കെ അടയാളങ്ങളാണ്. അവിടെ വരുമ്പോഴാണ് പ്രശ്നം. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ജാതികൾ പോകും, പൊക്കോട്ടെ, പോകണമെന്ന് പറയും. നമ്മൾ എടുത്താൽ നിൽക്കുമോ? പെന്തക്കോസ്തുകാർ പോകും, പോകണം, അതല്ലേ അവരിതിനു വേണ്ടി ഇറങ്ങി തിരിച്ച് പോട്ടെ. സമുദായക്കാർ പോകും, പോകട്ടെ, നമുക്കതൊന്നും തർക്കമൊന്നുമില്ല. പക്ഷെ വചനപ്രകാരം ഒന്ന് നോക്കണം. എങ്ങനെ? നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിപ്പിക്കും. കാരണം നിങ്ങൾ പോവും, ഞങ്ങൾ പോവും, നിങ്ങൾ പോവില്ല, ഇതൊന്നും തർക്കം പറയണേ എന്തിനാ? ഈ പോകുന്നതും അങ്ങ് ചെല്ലുന്നതും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവം അവിടെ ഒരു സന്തോഷം ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് പ്രാപിക്കാനല്ലേ പോകുന്നേ, അത് ലഭിക്കാനല്ലേ പോകുന്നേ. അപ്പോൾ അത് ലഭിക്കാനാണ് പോകുന്നതെങ്കിൽ അത് ജാതികളാകട്ടെ, സമുദായക്കാരാകട്ടെ, ബന്ധുക്കോസ്തുകാരാകട്ടെ, വിശ്വാസികളാകട്ടെ, അവിശ്വാസികളാകട്ടെ, ആരും ആകട്ടെ, അവർക്ക് ചില അടയാളങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ അടയാളങ്ങളാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. യെരൂശലേമിനെ മുഖ്യ സന്തോഷത്തെക്കാൾ വിലമതിക്കും എന്ന് പറഞ്ഞാൽ, യെരൂശലേമിനെ മുഖ്യ സന്തോഷത്തെക്കാൾ വിലമതിക്കും പറഞ്ഞാൽ, ഈ പറയുന്ന ദൈവം ഒരുക്കിയിട്ടുള്ള ആ സന്തോഷം, അതിനെ ഞാൻ എൻ്റെ മുഖ്യ സന്തോഷത്തെക്കാൾ വിലമതിക്കും. എൻ്റെ മുഖ്യ സന്തോഷം ഏതാ? ഒന്നുമില്ല, എൻ്റെ മകനായിരിക്കും, എൻ്റെ മകളായിരിക്കും, എൻ്റെ ഭാര്യയായിരിക്കും, എൻ്റെ ഭർത്താവായിരിക്കും, ഇല്ലെങ്കിൽ എൻ്റെ പണമായിരിക്കും, ഇല്ലെങ്കിൽ എൻ്റെ സമ്പത്തും വീടുമായിരിക്കും. ഇങ്ങനെ എല്ലാവർക്കും ഒരു മുഖ്യ സന്തോഷമുണ്ട്. ആ സന്തോഷമാണ് അവരെ മുമ്പോട്ട് പോകാൻ അനുവദിക്കുന്നത്. പലരുടെയും ജീവിതം കേട്ടിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റാൽ എഴുന്നേൽക്കണമെന്നില്ല. എന്തിന് എഴുന്നേൽക്കണം? എന്തിന് എഴുന്നേൽക്കണം? ഈ ലോകത്ത് ഞാൻ എന്തിന് ജീവിക്കണം? ഒരു സ്ത്രീ പറയുന്ന ഒരു വാക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാം പോയി, ഭർത്താവ് പോയി, കൂടെ ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു, ഞാൻ എന്തിന് എഴുന്നേൽക്കണം? അപ്പോഴാണ് തൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഓർത്തത്. തിരിച്ചറിവാകാത്തൊരു കുഞ്ഞ് തനിക്കുണ്ട്. അത് ഓർക്കുമ്പോൾ എഴുന്നേൽക്കും, അതിനുവേണ്ടി ജീവിക്കുന്നു, അവൻ്റെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുന്നു. ഇതുപോലെ എല്ലാ മനുഷ്യർക്കും അവരവരുടേതായി ലോകത്തിൽ ജീവിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട്. അതാണ് അവരുടെ മുഖ്യ സന്തോഷം. ബാക്കി എല്ലാറ്റിനേക്കാളും വലുതാണ് അവർക്കത്. എന്നാൽ വചനം പറയുന്നത്, ഈ യാത്രയിൽ സ്വർഗീയ യാത്രയാണോ? ആ സന്തോഷത്തെക്കാൾ വലുതായിരിക്കും യെരൂശലേം എന്ന് പറയുമ്പോൾ. യെരൂശലേം എന്ന് പറഞ്ഞാൽ സ്വർഗീയ യെരൂശലേം, ദൈവത്തിൻ്റെ പട്ടണമാണ്. ദൈവം വസിക്കുന്നത് ഒരു പർവ്വതത്തിലാണ്. ആ പർവ്വതം ഇരിക്കുന്നത് ഒരു പട്ടണത്തിലാണ്. ആ പട്ടണത്തിൻ്റെ പേരാണ് ഈർശാലേം അല്ലെങ്കിൽ യെരൂശലേം. സമാധാനത്തിൻ്റെ പട്ടണം, സന്തോഷത്തിൻ്റെ പട്ടണം. അതാണ് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. അത് പ്രാപിക്കാനാണ് ഒരു മനസ്സ് വേണ്ടത്. ഈ മനസ്സുണ്ടെങ്കിൽ ആരും തർക്കിക്കേണ്ട കാര്യമില്ല, അവനത് പ്രാപിക്കും. എന്നാൽ കർത്താവ് പറഞ്ഞു, ഇടയ്ക്കൊന്ന് നോക്കിക്കൊള്ളണം, ഇടയ്ക്കൊന്ന് നോക്കണം ഈ മനസ്സ് നിങ്ങൾക്കുണ്ടോയെന്ന്. കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കണം ഇടയ്ക്കിടയ്ക്ക്. യേശു കൂടെ ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ച് മാതാപിതാക്കളും ആളുകളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ച് പോയി. ബാലനാണ്. ഇടയ്ക്ക് അന്വേഷിച്ചപ്പോൾ കണ്ടില്ല. 3 ദിവസത്തെ വഴി തിരിച്ചു നടന്ന് അന്വേഷിച്ച് ചെന്നതുപോലെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് പരിശോധിപ്പീൻ.
കാരണം അവിടെ ചെന്നതിന് ശേഷം എത്ര പൊക്കമുണ്ട്, എത്ര വണ്ണമുണ്ട്, എത്ര കളർ എത്രയുണ്ട്, എത്ര വിദ്യാഭ്യാസമുണ്ട്, ഇതൊന്നുമല്ല അവിടെ ചോദിക്കുന്നത്. അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട്, ഉണ്ടോയെന്നാണ് പരിശോധിക്കുന്നത്. അതുണ്ടെങ്കിൽ, ആ കാര്യമുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. എന്നാൽ ആ പിതാവിൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ പറഞ്ഞ് അവനെ അങ്ങോട്ട് സ്വീകരിക്കും. ഇല്ല എങ്കിൽ അവിടെ സ്വീകാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊള്ളണം, ഞാൻ വിശ്വാസത്തിലിരിക്കുന്നുവോ. വീണ്ടും അവിടെ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ കൊള്ളരുതാത്തവരല്ല എങ്കിൽ ക്രിസ്തു നിങ്ങളിലുണ്ട്. വിശ്വാസത്തിലിരിക്കുന്നുണ്ട്, കൊള്ളരുതാത്തവരല്ല എങ്കിൽ ക്രിസ്തു നിങ്ങളിലുണ്ട്. എങ്ങനെയുണ്ട്? ക്രിസ്തുവിൻ്റെ ഏത് ഭാഗമുണ്ട്? നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകും. ക്രിസ്തുവിൻ്റെ മനസ്സ് തമ്മിലുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ ആദ്യം ചിന്തിച്ചതുപോലെ ദൈവം ഒരുക്കിയ സന്തോഷം അനുഭവിക്കണമെങ്കിൽ ശ്രേഷ്ഠമായ പുല്ലുകൊണ്ട് സിംഹത്തിന് എന്ത് പ്രയോജനം? ശ്രേഷ്ഠമായ മാംസം കൊണ്ട് ആടുകൾക്ക് എന്ത് പ്രയോജനം? ഇതുപോലെ ദൈവം ഒരുക്കിയിട്ടുള്ള ആ ശ്രേഷ്ഠത കൊണ്ട്, ദൈവം ഒരുക്കിയിട്ടുള്ള മഹത്തായിട്ടുള്ള ആ മഹാസന്തോഷം കൊണ്ട് ദുഷ്ടൻ എന്ത് പ്രയോജനം? ദുഷ്ടനെന്ത് പ്രയോജനം? ജാതികൾക്ക് എന്ത് പ്രയോജനം? മനുഷ്യർക്ക് എന്ത് പ്രയോജനം? അതുകൊണ്ട് പ്രയോജനം വരണമെങ്കിൽ അത് പ്രാപിക്കാൻ, അത് ജീവിക്കാനുള്ളൊരു മനസ്സ് അത് വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓട്ടം മുഴുവനും, ഈ അധ്വാനം മുഴുവനും അതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊള്ളണം, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ? ക്രിസ്തു നിങ്ങളിലുണ്ടോ? നിങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സുണ്ടോ നിങ്ങളിൽ? അവിടെ ചെന്ന് പരിശോധിക്കുമ്പോൾ ഇല്ല, വേണ്ടതില്ല, ആളിങ്ങെത്തി എന്നാൽ അവിടുത്തെ നന്മ അനുഭവിക്കാനുള്ളത് എത്തിയിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും മനുഷ്യൻ ചിന്തിച്ചിരിക്കേണ്ടതും പരിശോധിച്ചിരിക്കേണ്ടതുമായ ഒരു കാര്യമാണ്, ഞാൻ വിശ്വാസത്തിൽ തന്നെ ആകുന്നുവോ? ഈ യാത്രയിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ മുമ്പിലേക്ക് ആ സന്തോഷം വരുമ്പോൾ ഞാൻ സന്തോഷിക്കാൻ തക്കവണ്ണം ഒരു മനസ്സ് എനിക്കുണ്ടോ? അതുണ്ടെങ്കിൽ അതിനടയാളങ്ങളുണ്ട്. അതിലൊരു അടയാളമാണ്, യെരൂശലേമിനെ മുഖ്യ സന്തോഷത്തെക്കാൾ വിലമതിക്കും. ലോകത്തിൽ എന്ത് സന്തോഷം കിട്ടിയാലും ദൈവത്തിൻ്റെ മക്കളാകുന്നുവെങ്കിൽ അതിനേക്കാളെല്ലാം അധികം സന്തോഷം യെരൂശലേമായിരിക്കും. രണ്ടാമത്തത് വചനത്തിൽ എഴുതിയിരിക്കുന്നത്, അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. ഒരു കഷണം ഭക്ഷണത്തിനുള്ള മീൻ ഒരു പ്ലേറ്റിലിരിക്കുക. ഒരു മനുഷ്യൻ ആ ഒരു പൂച്ചയെ എടുത്ത് കയ്യിൽ വെച്ചിരിക്കുക. ആ പൂച്ചക്കുഞ്ഞിന് അല്പം പ്രായമുള്ളൂ. ആ പൂച്ചക്കുഞ്ഞിൻ്റെ ദൃഷ്ടി ഈ പ്ലേറ്റിലിരിക്കുന്ന മീനിൻ്റെ കഷ്ണത്തിലാണ്. ഈ മനുഷ്യൻ ഈ പൂച്ചയെ തിരിച്ചു, പക്ഷെ അതിൻ്റെ കണ്ണും തലയും അങ്ങോട്ട് തന്നെ. ശരീരം പല വിധത്തിൽ തിരിച്ചു, പക്ഷെ അതിൻ്റെ പൂച്ചയുടെ കണ്ണതിൽ നിന്ന് പോകില്ല, അത് മീൻ പാത്രത്തിൽ തന്നെയാണ്. ഇതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അത്ര ഭയങ്കരമായൊരു പ്രതിഫലമാണ് ദൈവം ഒരുക്കിയിട്ടുള്ളത്. നമുക്കും അവൻ തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. വിശ്വാസത്തിലേക്ക് വരുമ്പോഴേ തന്നെ ഒരു വിശ്വാസിയുടെ പ്രാണന് കർത്താവ് അത് കാണിച്ചു കൊടുക്കും. ഇതാണ് നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്, ഇതാണ് നിന്റെ പ്രതിഫലം. ദൈവം മുൻകണ്ടിട്ടുള്ളവനാണെങ്കിൽ
നമ്മൾ ആ പൂച്ചയുടെ കാര്യം പറഞ്ഞ പോലെ. പിന്നെ അവൻ ഏതെല്ലാം വഴിക്ക് പോയാലും അവൻ്റെ ഹൃദയം, അവൻ്റെ ദൃഷ്ടി അവിടെ ഇരിക്കുള്ളൂ. ഒരിക്കലും അവൻ തിരിഞ്ഞു നോക്കില്ല. അവന് ശരീരം തിരിയും. കാരണം ഉപജീവനത്തിന് വേണ്ട തൊഴിൽ ചെയ്യണം, ഭവനത്തിൻ്റെ കാര്യങ്ങൾ നോക്കണം, കൂട്ടുകാരുടെ കാര്യങ്ങൾ നോക്കണം, ജോലി സ്ഥലത്തുള്ള കാര്യങ്ങൾ നോക്കണം. ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ചെറിയ കാര്യങ്ങളോട് നടക്കില്ല. കഷ്ടപ്പെടാതെ ജീവിക്കാൻ സാധിക്കില്ല. കഷ്ടപ്പാടുണ്ട്, ഞെരുക്കമുണ്ട്, ഇടുക്കമുണ്ട്. ഈ കാര്യങ്ങളിൽ കൂടി എല്ലാം കടന്നു പോകണം. പക്ഷേ അവൻ്റെ ദൃഷ്ടി ഹൃദയം അവിടെ ഇരിക്കും. ദൈവം വന്നപ്പോഴേ തന്നെ ഒരു കാര്യം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിട്ടുള്ള ആ പട്ടണം ദൈവം ആത്മീയ ദൃഷ്ടിയാൽ ഒന്ന് കാണിച്ചു കൊടുത്തു. ഒരിക്കലും അവർ വിട്ടുപോകുന്നതിനെ ഓർക്കില്ല. പിന്നെയോ ദൈവം കാണിച്ചു കൊടുത്ത പ്രതിഫലത്തെ നോക്കൂ, അത് മാത്രമേ നോക്കൂ. മുഖ്യ സന്തോഷത്തെക്കാൾ വിലമതിക്കും. വിട്ടുപോകുന്നതിനെ ഓർക്കാതെ അതിൽ തന്നെ ശ്രദ്ധ വയ്ക്കും. ഇങ്ങനെയുള്ളവനെ കൃത്രിമമായിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റില്ല. സംവാദം നടക്കുക. ആര് സ്വർഗത്തിൽ പോകുമെന്ന് സംവാദം നടത്തേണ്ട കാര്യമുണ്ടോ? വലിയൊരു പട്ടണത്തിൽ വലിയൊരു സദസ്സ് കൂടിയിരിക്കുക. ആര് സ്വർഗത്തിൽ പോകും? എല്ലാ സമുദായക്കാരുമുണ്ട്, എല്ലാ പെന്തക്കോസ്തുകാരുമുണ്ട്, എല്ലാ വിഭാഗക്കാരുമുണ്ട്. വസ്തുനിഷ്ഠമായിട്ട് ഓരോരുത്തരും തർക്കവും വാദവും തുടങ്ങി. ചിലരങ്ങ് സ്ഥാപിച്ചു, അവരെ പോകൂ. എന്താവശ്യം, എന്ത് കാര്യം? ദൈവത്തിൻ്റെ വചനം പറയുന്നത് നിങ്ങളൊന്ന് പരിശോധിക്കുക. സമ്മേളനത്തിന് പോയിട്ടല്ല, പിന്നെയോ നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കുവിൻ. വിശ്വാസത്തിലിരിക്കുന്നുവോ? ക്രിസ്തു നിങ്ങളിലുണ്ടോ? ക്രിസ്തുവിൻ്റെ മനസ്സുണ്ടോ? നാളെ ആ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള പട്ടണത്തിലേക്ക് ചെല്ലുമ്പോൾ ഈ മനസ്സുള്ളവൻ പ്രകാശിക്കും. അങ്ങനെ ഒരു അവസ്ഥ നിനക്കുണ്ടോ? നിങ്ങൾ കൊള്ളരാത്തവരല്ല എങ്കിൽ ക്രിസ്തു നിങ്ങളിലുണ്ട്, ഇത് നിങ്ങളിലുണ്ട്. അങ്ങനെയുള്ളൊരു അടയാളമാണ് വിട്ടുപോകുന്നതിനെ ഓർക്കില്ല. എന്തെല്ലാം വന്നാലും അവരുടെ ഓർമ്മ അവിടെയായിരിക്കും. അവരെ കൊന്നോ. ഇതാണ് ദൈവം കണ്ടിട്ടുള്ളൊരു പ്രത്യേകത. രാഹാബ് എങ്ങനെ അവിടെ ചെന്നു? രാഹാബ് എത്തിയത് എവിടെയാണെന്നറിയാമോ? ഈ സ്വർഗീയ സിയോനിൽ, സ്വർഗീയ യെരൂശലേമിൽ 87-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞാൻ എൻ്റെ പരിചയക്കാരുടെ കൂട്ടത്തിൽ രാഹാബിനെയും സോര, കൂശ് എന്നിവരെയും കണ്ടു. സ്വർഗത്തിൽ ചെന്നപ്പോഴേ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള പട്ടണത്തിൽ ചെന്നപ്പോൾ രാഹാബ് നിൽക്കുന്നു. രാഹാബ് എവിടെയാ? ഭൂമിയിൽ ജാതികളുടെ ഇടയിൽ ജാതികളായിട്ട് എരിഹോ പട്ടണത്തിൽ വേശ്യാവൃത്തി ചെയ്ത് ജീവിച്ചിരുന്നവളാ. അവൾ സിയോനിൽ നിൽക്കുന്നു. നീ എങ്ങനെ ഇവിടെ വന്നു? മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ ജനം പുറപ്പെട്ടുന്ന നാളിൽ ദൈവം അവരിൽ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും, മിസ്രയീമിലെ ന്യായം വിധിച്ച് അവിടെ നിന്ന് ഇസ്രായേൽ ജനത്തെ പുറപ്പെടുവിച്ചതും, ചെങ്കടൽ പിളർത്തിയതും, മരുഭൂമിയിൽ മന്നയും കാടപ്പക്ഷിയും കൊടുത്തതും, ന്യായപ്രമാണം കൊടുത്തതും, സമാഗമന കൂടാരം നിവർത്തിയതും, മത്സ്യങ്ങളെയൊക്കെയും നശിപ്പിച്ച് ഒരു ശിഷ്ടവുമായി ദൈവം മരുഭൂമിയിൽ കൂടി നടത്തി അവരെ കൊണ്ടുവന്ന് യോർദാൻ കടത്തി അവകാശം കൊടുക്കാനായി കനാൻ ദേശത്തേക്ക് കൊണ്ടുവന്നത് ഈ ഇസ്രായേലിനേക്കാൾ കൂടുതൽ അവർക്കറിയാം. ഇത് കേട്ടോണ്ടിരിക്കുക. അവളുടെ ശരീരം കൊണ്ട് അവൾ കനാൻ ദേശത്താകുന്നുവെങ്കിലും ഹൃദയം കൊണ്ട് ഇസ്രായേലിൻ്റെ കൂടെയാണ്. കാരണം അത് പിന്നീട് അത് വായിക്കുന്നുണ്ട്. എന്താണ്? നോക്കുവാൻ വന്ന ഒറ്റുകാരോട് അവൾ പറയുന്ന വാക്കിതാണ്, മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും യഹോവ തന്നെയാണ് ദൈവം.
അത് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇത്രയും അത്ഭുതം ചെയ്തിട്ടും അതിനകത്ത് വിശ്വസിക്കാത്തവരുണ്ട്. ഇസ്രായേലിൻ്റെ കൂട്ടം വിശ്വസിക്കുക, അവരുടെ ശരീരമൊക്കെ അവിടെ ആണെങ്കിലും മന്നയും കടപ്പക്ഷിയും ഒക്കെ ശക്തിമാന്മാരെ അപ്പമാണ് തിന്നുന്നതെങ്കിലും അവരിലും വിശ്വസിക്കാത്തവരുണ്ട്. എന്നാൽ ദൂരത്തിരുന്ന് ജാതികളുടെ പട്ടണത്തിലിരുന്ന് ജാതീയ സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുന്ന, അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീ അത് കണ്ടു. അത് അത് ഹൃദയം കൊണ്ട് വിശ്വസിച്ചു. അവളുടെ ഹൃദയം സമാഗമന കൂടാരത്തോട് ചേർന്നാണ്, ഇസ്രായേലിൻ്റെ മധ്യയാണ്. മറ്റൊരു വാക്ക് പറഞ്ഞാൽ ഇനി അവൾക്ക് സമാഗമന കൂടാരത്തിൽ എത്താനായിട്ട് എന്താ ഉള്ളതെന്നറിയോ? എന്താ ഉള്ളത്? അവളുടെ ശരീരം മാത്രം. അവളുടെ ശരീരം മാത്രം. കാരണം അവളുടെ നിക്ഷേപം മുഴുവനും അവിടെയാണ്. ഇതൊന്നും അവർ എണ്ണിമാക്കിയിട്ടില്ല. അവളുടെ നിക്ഷേപം മുഴുവൻ അവിടെയാണ്. അവളുടെ മനസ്സ് അവിടെയാണ്. ശരീരം കൊണ്ടും അവിടെ ജീവിക്കുന്നു എന്നുള്ളതല്ലാതെ എരിഹോ പട്ടണത്തിൽ ഒരു ജീവശവം പോലെ ജീവിക്കുന്നു എന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല. അവളുടേതായ എല്ലാം അവിടെ തന്നെയാണ്. ദൈവം തിരഞ്ഞു വരും. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം നമ്മളിത് തുടക്കത്തിൽ പറയാനിടയായി തീർന്നത്. എന്താണെന്നറിയാമോ? നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. നാം ഒരു പ്രത്യാശ വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാവും. അതിനു വേണ്ടിയിട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്ന മാർഗം, ആദ്യം നിനക്കൊരു സമ്പാദ്യം ഉണ്ടാകണം. ആ സമ്പാദ്യം കൊണ്ടുപോയി നീ ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് കൊണ്ട് വയ്ക്കണം. ആ വയ്ക്കുന്ന സ്ഥാനത്തേക്ക് രണ്ടാമത് നിൻ്റെ ഹൃദയം കൊണ്ട് വയ്ക്കണം. മൂന്നാമത് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കണം. അതിനെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. കേട്ടല്ലോ? സംശയം വേണ്ട. നിൻ്റെ ശരീരം, നിൻ്റെ ജീവിതത്തെ, രാഹാബിനെ ഇസ്രായേൽ ദേശത്ത്, ഇസ്രായേലിൻ്റെ മധ്യേ അവകാശത്തിലെത്തിച്ച ദൈവം നിന്നെ അവിടെ കൊണ്ടെത്തിക്കും. എവിടെ? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള ആ പട്ടണത്തിൽ നിന്നെ കൊണ്ടെത്തിക്കും. ഒരു സംശയം വേണ്ട. അതിനുള്ള വഴി, ആ വഴിയും സത്യവും ജീവനുമായ കർത്താവാണ് പറഞ്ഞത്. അതിനുള്ള വഴിയാണ് പറഞ്ഞത്. ഒന്നാമത് നീ ചെയ്യേണ്ടത് ക്രിസ്തുവിൽ വിശ്വസിക്കണം. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിക്കണം. രണ്ടാമത്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുവീൻ. അപ്പോൾ നിനക്ക് നിക്ഷേപം ഉണ്ടാവും. ആ നിക്ഷേപം എവിടെയായിരിക്കും? സ്വർഗത്തിലായിരിക്കും നിക്ഷേപം. അപ്പോൾ ക്രിസ്തു ഉള്ളിൽ വന്നു, നിക്ഷേപം സ്വർഗത്തിൽ വന്നു. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിൻ്റെ ഹൃദയം ഇരിക്കും. അടുത്ത് നിൻ്റെ ഹൃദയം കൊണ്ട് അവിടെ വയ്ക്കുക. അടുത്ത ഘട്ടം, നിങ്ങൾ ക്രിസ്തുവേശുവിനോട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു എഴുന്നള്ളിയിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് ചിന്തിച്ചുകൊള്ളുവീൻ. ചിന്ത അത് ഉയരത്തിലുള്ളതായിരിക്കണം. അതാ 45-ാം സങ്കീർത്തനം പറയുന്നത്. മണവാട്ടിയോട് പറയാണ്, അല്ലയോ കുമാരി, കേൾക്കുക, നീ കേൾക്ക്, നോക്ക്, ചെവി ചായ്ക്ക്, കേൾക്ക്. സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്കാം. ഇപ്പം നിൻ്റെ ഉള്ളിൽ മുഴുവനും, നിൻ്റെ വിചാരം മുഴുവനും ആരെക്കുറിച്ചാണ്? സ്വജനം, പിതൃഭവനം, സ്വന്തപ്പെട്ട ചാർച്ചക്കാര്, ബന്ധുക്കള്, കുടുംബം, ഇങ്ങനെയുള്ള വിചാരങ്ങളാണ് നിനക്ക്. അത് മറക്കാം. അപ്പോൾ രാജാവ് നിൻ്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. ഈ വക വിചാരങ്ങളാണ് നിനക്ക് സൗന്ദര്യം ഇല്ലാതാക്കി തീർക്കുന്നത്. ഈ ചിന്തകളങ്ങ് വിട്ടതിന് ശേഷം ക്രിസ്തു യേശു എഴുന്നള്ളിയിരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിച്ചു നോക്കി. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് പ്രകാരം, അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ അപ്പം നിനക്കൊരു സൗന്ദര്യം ഉണ്ടാവും. ലോകത്തെ മറന്ന് ഉയരത്തിലുള്ളത് മാത്രം ചിന്തിക്കുന്നവൻ്റെ മുഖം കണ്ടാൽ അറിയാമെന്ന്
അവനെ ദൈവം ആഗ്രഹിക്കുമെന്ന്. അവൻ്റെ സൗന്ദര്യത്തെ ദൈവം ആഗ്രഹിക്കും. അവൻ്റെ ശരീരം മാത്രമാണ് ഇവിടെയും ദൈവത്തിനറിയാം. അവൻ്റെ സമ്പാദ്യം മുഴുവൻ സ്വർഗത്തിലാണ്, അവൻ്റെ ഹൃദയം സ്വർഗത്തിലാണ്, അവൻ്റെ വിചാരം സ്വർഗത്തിലാണ്. ഇനി ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ അവൻ്റെ ശരീരം മാത്രമേ ഉള്ളൂ, സൗന്ദര്യമുള്ള ഒരു ശരീരം. ലോകത്തിൽ സൗന്ദര്യമുള്ള ശരീരം ആരുടേതെന്ന് ചോദിച്ചാൽ എന്തു പറയും? നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ വിലാപങ്ങളുടെ പുസ്തകത്തിൽ, അവളുടെ പ്രഭുക്കന്മാർ ഹിമത്തിലും നിർമ്മലരായിരുന്നു, പാലിനേക്കാൾ വെളുത്തവരായിരുന്നു, പവിഴത്തേക്കാൾ ചുവപ്പ് കളറുള്ളവരായിരുന്നു. ആരാ ഈ സൗന്ദര്യമുള്ളവർ? അവൻ്റെ നിക്ഷേപം, അവൻ്റെ ഹൃദയം, അവൻ്റെ വിചാരം, ഈ 3 കാര്യങ്ങൾ ക്രിസ്തുയേശു എഴുന്നള്ളിയിരിക്കുന്നതുമായ ഉയരത്തിലുള്ളവൻ്റെ ഭൗതിക ജീവിതത്തെ നോക്കുമ്പോൾ മണവാളൻ ആഗ്രഹിക്കും. മണവാളൻ മണവാട്ടിയെ കാക്ഷിക്കുന്നത് പോലെ, ആഗ്രഹിക്കുന്നത് പോലെ അങ്ങനെയുള്ളവനെ ദൈവം ആഗ്രഹിക്കും. അവരെക്കുറിച്ചാണ് വചനം. നമ്മൾ എൻ്റെ പ്രിയേ, ഞാൻ നിൻ്റെ മുഖം ഒന്ന് കാണട്ടെ, നിൻ്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ. നിൻ്റെ മുഖം കാണുവാൻ ഇമ്പമുള്ളതും നിൻ്റെ സ്വരം കേൾക്കാൻ ഇമ്പമുള്ളതും നിൻ്റെ മുഖം കാണുവാൻ ഭംഗിയുള്ളതുമാകുന്നു, സൗന്ദര്യമുള്ളതുമാകുന്നു. സംശയിക്കണ്ട. ആ സൗന്ദര്യമുള്ള അവൻ്റെ ജീവിതം, അവൻ്റെ ഹൃദയം ഇരിക്കുന്നിടത്ത്, അവൻ വിചാരിക്കുന്നിടത്ത്, അവൻ്റെ നിക്ഷേപമുള്ളിടത്ത് എത്തിയിരിക്കും. മാറ്റം വേണ്ട, സംശയിക്കണ്ട. ഇതത്രേ നമ്മുടെ പ്രത്യാശ. ആഴ്ചവട്ടത്തിന് 1-ാമത്തെ ദിവസം ആരാധനയ്ക്ക് വേണ്ടി നാം കടന്നു വന്നിരിക്കുക. ഒറ്റ ലക്ഷ്യം മാത്രം, ഈ ആരാധനയിൽ ദൈവം പ്രസാദിച്ചാൽ ഞാൻ പൂർണ്ണ സമാധാനത്തിലേക്ക് പ്രവേശിക്കും. എൻ്റെ പ്രാണന് സംസാരിക്കാൻ തുടങ്ങും. ഹാബേൽ ആരാധിച്ചു, ദൈവം പ്രസാദിച്ചു. ഇന്ന് മരിച്ച ശേഷവും അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ജനം ഈ ലോകത്തിലായിരിക്കുമ്പോൾ അവർ ഈ ലോകത്തിലുള്ളതിനേക്കാൾ, സകല സന്തോഷത്തേക്കാൾ അവർ സന്തോഷിക്കുന്ന ഒരിടമുണ്ട്. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം പറഞ്ഞിരിക്കുന്ന പ്രകാരം നിനക്ക് ആദ്യം സമ്പത്തുണ്ടാകട്ടെ, അതിനുവേണ്ടി നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ നിനക്ക് നിക്ഷേപമുണ്ടാകും. അത് സ്വർഗത്തിലായിരിക്കട്ടെ, അവിടെ നിൻ്റെ ഹൃദയവും വയ്ക്കുക. നിൻ്റെ നിക്ഷേപമുള്ളിടത്ത് നിൻ്റെ ഹൃദയവും ഇരിക്കും. അതിനെക്കുറിച്ച് ചിന്തിക്കുകയും വിചാരിക്കുകയും ചെയ്യുക. പിന്നെ എന്താ ഉള്ളേ? ലോകത്തെ മറന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും വിചാരിക്കുകയും ചെയ്താൽ നിൻ്റെ സൗന്ദര്യത്തെ ദൈവം ആഗ്രഹിക്കും, മണവാളൻ ആഗ്രഹിക്കും. രാഹാബിൻ്റെ ശരീരം ഇസ്രായേലിൻ്റെ മധ്യേ മശിഹായുടെ തലമുറയിൽ എത്തിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം, മശിഹായുടെ തലമുറയെ പ്രസവിക്കുന്ന ഒരു സ്ത്രീയുടെ സ്ഥാനത്ത് കൊണ്ടുപോയി എത്തിക്കേണ്ട ഉത്തരവാദിത്വം ദൈവത്തിനാണ്. കാരണം അവളുടെ സകല നിക്ഷേപവും, അവളുടെ വിശ്വാസം മുഴുവനും ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യയാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ ദൈവത്തിൻ്റെ കൂടെയാണ്. അവളുടെ ഹൃദയം ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യത്തിൻ്റെ കൂടെയാണ്. അവളുടെ സകല വിചാരങ്ങളും ഇസ്രായേൽ ജനത്തിൻ്റെ ദൈവമായ യഹോവയുടെ സമാഗമന കൂടാരത്തിലാണ്. ഇനി എന്താ? ശരീരം മാത്രം. അതവിടെ എത്തിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ദൈവത്തിനാണ്. സഹോദരങ്ങളെ, ഇന്ന് ഈ ശുശ്രൂഷ കേൾക്കുന്ന ആരുമാകട്ടെ, ഈ ശുശ്രൂഷ അനുഭവിക്കുന്ന ആരുമാകട്ടെ, നമ്മുടെ നിക്ഷേപം കർത്താവ് പറഞ്ഞ ഇടത്തായിരിക്കട്ടെ. നമ്മുടെ ഹൃദയം ആ നിക്ഷേപത്തോടു കൂടി ആയിരിക്കട്ടെ. നമ്മുടെ വിചാരങ്ങളും ചിന്തകളും ആ നിക്ഷേപിരിക്കുന്ന ഇടത്തായിരിക്കട്ടെ. അപ്പോൾ
രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും, മണവാളൻ നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. നമ്മുടെ ഈ സഭയിൽ നമ്മൾ ആരാധിക്കാൻ കൂടി വരുന്ന ഈ ഭൗതിക ശരീരവും ഈ ജീവിതവും സ്വർഗത്തിൽ കർത്താവ് ഇരിക്കുന്നിടത്ത് കൊണ്ടുപോയി എത്തിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ദൈവത്തിനാകട്ടെ. അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരവസ്ഥയിൽ ഇന്ന് നാം ഈ ആരാധനയിൽ എഴുന്നേറ്റാൽ നമ്മുടെ ജീവിതം ധന്യമാണ്. നിശ്ചയം നമ്മുടെ ജീവിതം ധന്യം തന്നെയാണ്. കർത്താവ് നമ്മെ അവിടെ എത്തിക്കട്ടെ. വലിയ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കുക, സ്വജനത്തെയും പ്രതിഫലത്തെയും മറക്കുക, ഉയരത്തിലുള്ളത് ചിന്തിക്കുക. ഉയരത്തിൽ നിക്ഷേപം ഉണ്ടാകണം, അവിടെ ഹൃദയം ഇരിക്കട്ടെ. ശത്രു നോക്കുമ്പോൾ അവന് കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? ശത്രുവിന് ഈ ശരീരത്തെ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? ശത്രുവിന് പ്രയോജനം വേണമെങ്കിൽ ലോകത്തെക്കുറിച്ച് ചിന്തിക്കണം, ലോകത്തെ തന്നെക്കുറിച്ച് വിചാരപ്പെടണം. അങ്ങനെയുള്ളവനെ കിട്ടിക്കഴിഞ്ഞാൽ ശത്രുവിന് വലിയ സന്തോഷമാണ്, ഭയങ്കര സന്തോഷമാണ്. എന്ത് തിന്നും, എന്ത് കുടിക്കും, നാളെ എന്ത് ചെയ്യും, പിള്ളേരുടെ കാര്യം എന്തായിത്തീരും, നാളെ അങ്ങോട്ട് പോകണ്ടേ ഇങ്ങോട്ട് പോകണ്ടേ, ഇങ്ങനെയുള്ള വിചാരപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. കാരണം ആ ഇരിപ്പ് ഇരിക്കണമല്ലാതെ അവനെ വിടില്ല. നിങ്ങളുടെ ജീവിതം അതിഭക്ഷണത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് കണി പോലെ വരാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. കാരണം ഇത് വിചാരപ്പെടുത്തണം. ലോകത്തെക്കുറിച്ചും തൻ്റെ ജീവിതത്തെക്കുറിച്ചും തൻ്റെ പരാധീനതകളെക്കുറിച്ചും വിചാരപ്പെടുത്തി ഇരുന്ന് കഴിഞ്ഞാൽ ഇവനെ കണിയിലകപ്പെടുന്ന ഇവൻ്റെ ആയുഷ്കാലത്ത് ഇവൻ്റെ ശരീരം പോവില്ല. എരിഹോ കോട്ടയ്ക്കകത്ത് കിടക്കണമല്ലാതെ പുറത്തു പോവില്ല. അത് ഒരു ദിവസം നശിക്കുന്ന ലോകത്ത് കോട്ടയോട് നശിക്കും. രാഹാവിൻ്റെ അടുത്ത് വന്നു, എന്ത് പറയും, ഇത്രയും കാലം അവളെ കൊണ്ട് ഈ പ്രവൃത്തി എല്ലാം ചെയ്യിച്ചിട്ടും ശത്രുവിന് എന്ത് പ്രയോജനം? ചെന്നപ്പോൾ അവളുടെ നിക്ഷേപം അവിടെ ഇല്ല, അവളുടെ ഹൃദയം അവിടെ ഇല്ല, അവളുടെ മനസ്സും വിചാരങ്ങളും ഒന്നും അവിടെ ഇല്ല. അതെല്ലാം ഇസ്രായേലിൻ്റെ മധ്യത്തിലാണ്. പിന്നെ അവളെ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? അത് മാത്രമല്ല അവളെ ഇസ്രായേലിൻ്റെ മധ്യത്തിൽ എത്തിപ്പാൻ, ദൈവത്തിൻ്റെ നിവാസത്തിൽ എത്തിപ്പാൻ ഉടയവൻ്റെ കരം അവളോടുകൂടെ ഉണ്ട്. ദൈവമേ, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, കർത്താവ് ഞങ്ങൾക്ക് തന്ന ആലോചന, ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാമത്തെ ദിവസം തന്ന ശുശ്രൂഷ, കർത്താവെ അത് വിലപ്പെട്ടത് തന്നെ. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് കർത്താവ് ഒരുക്കിയിട്ടുള്ള ആ നന്മയിൽ എത്തിച്ചേരുവാൻ കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന മാർഗം, കർത്താവ് ഞങ്ങളുടെ നിക്ഷേപം, ഞങ്ങളുടെ ഹൃദയം, ഞങ്ങളുടെ വിചാരങ്ങൾ, ഞങ്ങളുടെ മനസ്സ്, ഇതെല്ലാം കർത്താവ് ഇരിക്കുന്നിടമായ ഉയരത്തിൽ തന്നെ ആയിരിക്കാൻ കരുതുന്നുവെങ്കിൽ ഞങ്ങൾ സൗന്ദര്യമുള്ളവരാണ്. സഭയുടെ സൗന്ദര്യം ആഗ്രഹിക്കുന്ന കർത്താവ് ആ സൗന്ദര്യം ആഗ്രഹിക്കുകയും ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങളുടെ ഹൃദയം ഇരിക്കുന്നിടത്ത് എത്തിക്കുകയും ചെയ്യാൻ മതിയായതാണ്, ചെയ്യുകയും ചെയ്യും. നിങ്ങളെ അനുഗ്രഹിക്കണമേ, സഭയെ അനുഗ്രഹിക്കണമേ. കർത്താവ് പിൻപിലുള്ളതിനെ മറക്കട്ടെ, വിട്ടുപോകുന്നതിനെ ഓർക്കാതിരിക്കട്ടെ, സ്വർഗീയമായതിനെ തന്നെ കാക്ഷിക്കട്ടെ, യെരൂശലേമിനെ മുഖ്യ സന്ദർശനത്തേക്കാൾ വിലമതിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയം കർത്താവിലായിരിക്കട്ടെ. ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി, വീഴ്ച വന്നിരിക്കുന്നവർക്ക് വേണ്ടി, താഴ്ച വന്നിരിക്കുന്നവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഞങ്ങളോട് സഹതാപം തോന്നണം. ഇന്ന് ഞങ്ങൾക്ക് നൽകി തന്ന ഈ സമയത്തിനായി സ്തോത്രം, ഈ ആരാധനയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ഞങ്ങളോട് സഹതാപം തോന്നണം. ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണം, പൊന്നു മുഖത്ത് കൊടുക്കുമാറാകട്ടെ. കാത്തുകൊള്ളണമേ. സ്തോത്രം റോയി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ.